ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വ്ളോഗ് കണ്ടു കഴിയുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോളുക. സോ ഇന്നത്തെ വ്ളോഗ് ഒരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തേക്കുന്ന എല്ലാ വ്ളോഗ്സും എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ്സ് ആണ്. ബിക്കോസ് ഞാൻ എൻ്റെ ലൈഫിൽ കുറേ നല്ല മൊമെൻറ്റ്സ് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ക്യാപ്ചർ ചെയ്ത് അത് വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ വ്ളോഗ്സ് കാണുമ്പോൾ നിങ്ങൾക്കും അതിൽ എല്ലാം ഒന്നും അല്ലെങ്കിലും കുറച്ചൊക്കെ ലൈഫിൽ നടക്കുന്ന എക്സ്പീരിയൻസസോ എന്തെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം. സോ ഇന്നത്തെ വ്ളോഗിനെ പറ്റി ഞാൻ പറയാം. ഇത് ഞാൻ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് ഞാനും അപ്പും കൂടെ എൻ്റെ വീട്ടിലേക്ക് പോയ ഒരു വ്ളോഗാണ്. അതായത് വിരുന്ന് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ വ്ളോഗ്സ് ജസ്റ്റ് ആഫ്റ്റർ മാരേജ് ആണ് കേട്ടോ. അപ്ലോഡ് ചെയ്യാനൊക്കെ ഇച്ചിരി വൈകിപ്പോയി. രാവിലെ തന്നെ ഞങ്ങൾ വന്ദേ ഭാരത് ട്രെയിനിലാണ് പോയത്. ആദ്യമായിട്ടായിരുന്നു ഈ ട്രെയിനിൽ. ആൻഡ് ഓഫ് കോഴ്സ് ഹസ്ബൻഡ് കൂടെ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞാൻ പോയത്. സോ ആക്ച്വലി നമ്മൾ ഈ വിരുന്നിനൊക്കെ പോകുമ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ഇൻലോസ്, അതായത് കല്യാണം കഴിച്ച വീട്ടിലെ എല്ലാവരും നമ്മളെ കൂട്ടിക്കൊണ്ടേ ആക്കും. ഞാൻ അങ്ങനെയാണ് കണ്ടേക്കുന്നത്. പക്ഷേ എൻ്റെ വീട് ഇച്ചിരി ദൂരെ ആയതുകൊണ്ട് ഞാനും അപ്പവും മാത്രമാണ് പോയത്. ആൻഡ് വേറെ ആർഭാടങ്ങളൊന്നുമില്ല. ബാഗ് എടുത്ത് പാക്ക് ചെയ്ത് ട്രെയിനിൽ കയറിപ്പോയി. വന്ദേ ഭാരത് ട്രെയിനിൽ നല്ല രസമായിരുന്നു കേട്ടോ ഇരുന്ന് പോവാൻ. കാര്യം ഞാൻ ഉറങ്ങുമായിരുന്നെങ്കിലും നല്ല സൂപ്പർ ഉറക്കമാണ് എനിക്ക് കിട്ടിയത്. പിന്നെ അവർ ടൈംലി ആയിട്ട് അവർ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ തന്നായിരുന്നു. പിന്നെ നല്ല കംഫർട്ടായിരുന്നു. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ മുഷിയാതെ തന്നെ എത്തി. സാധാരണ വേറെ ട്രെയിനിലൊക്കെ ഇപ്പോൾ കോട്ടയത്തേക്കൊക്കെ പോകുമ്പം ഇച്ചിരി ഒരു മുഷിച്ചിൽ തോന്നും. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പെട്ടെന്ന് എത്തി, വളരെ പെട്ടെന്ന് എത്തി. പിന്നെ പിക്ക് ചെയ്യാൻ ഇവിടെ സ്റ്റേഷനിൽ അനിയൻ വരുമെന്ന് പറഞ്ഞതുകൊണ്ട് വേറെ വണ്ടിയൊന്നും പിടിച്ച് വീട്ടിൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ കോട്ടയം സ്റ്റേഷനെത്തി. ഞങ്ങൾ ഇറങ്ങി. ഞാൻ ആക്ച്വലി കോട്ടയം എത്തിയതൊന്നും അറിഞ്ഞില്ല കേട്ടോ. നല്ല സൂപ്പർ ഉറക്കമായിരുന്നു. ഞങ്ങൾ സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടെ ചിഞ്ചു എത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ശ്രീകുട്ടൻ ഓൾറെഡി കാറിൽ ഇരിപ്പുണ്ടായിരുന്നു. സോ അവിടെ ചെന്ന് ഞങ്ങൾക്ക് വലിയ വെയിറ്റ് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. എനിക്ക് ഉള്ളിൽ വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. വീട്ടിൽ പോകാമല്ലോ, അമ്മയെ കാണാമല്ലോ എന്നൊക്കെ. ക്വൈറ്റ് നാച്ചുറൽ അല്ലേ, സ്വാഭാവികം. ഏതൊരു കല്യാണം കഴിഞ്ഞ കുട്ടിക്കും തോന്നുന്ന സെയിം തോട്ട്സ് ആൻഡ് ആഗ്രഹങ്ങളായിരുന്നു എൻ്റെ മനസ്സിൽ. ഇനി കാറിൽ പോണ സമയത്ത് ഞങ്ങളൊരു സ്റ്റോപ്പിൽ നിർത്തിയിട്ടോ. യു നോ വൈ? ഞാൻ വരുന്നത് കൊണ്ട് വീട്ടിൽ അന്ന് നോൺ വെജ് ആണ് ഉണ്ടാക്കാനിരുന്നത്. സോ അതുകൊണ്ട് വളരെ രാവിലെയല്ലേ. അപ്പോൾ അതുകൊണ്ട് അമ്മ ചിഞ്ചിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റുമാനൊരു അടിപൊളി സ്പോട്ടുണ്ട് നോൺ വെജ് ഒക്കെ കിട്ടുന്നത്. അപ്പോൾ അവിടെ ചെന്ന് മേടിക്കാൻ. സോ ഞങ്ങൾ കാറിനകത്തിരുന്നു. ചിഞ്ചു പോയി മേടിക്കുന്ന സമയത്ത് ശ്രീകുട്ടൻ അപ്പുവിനോട് കുറേ ഡൗട്ട്സ് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ മ്യൂസിക് സിസ്റ്റത്തിനെ പറ്റി. അപ്പോൾ ഒരു സൗണ്ട് എഞ്ചിനീയർ ആയതുകൊണ്ട് ഇതിൻ്റെ ടേംസും ഇതിൻ്റെ കുറേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ അപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്തോ എന്നോർത്ത് ഞാൻ അവിടെ കേട്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്ന് അപ്പോൾ പറഞ്ഞത് വെച്ചും ഞാൻ കേട്ടത് വെച്ചും ഇവരുടെ ഈ ഫീൽഡിനെ പറ്റി കുറേ ടേംസൊക്കെ എനിക്കും ഇപ്പോൾ അറിയാം. നമ്മൾ പാട്ട് കേൾക്കല്ലാതെ വേറെ വലിയ വിവരമൊന്നും നമുക്കില്ലല്ലോ. എനിക്കില്ലല്ലോ. സോ അതുകൊണ്ട് ഇപ്പോൾ കുറച്ചൊക്കെ എനിക്കറിയാം. അങ്ങനെ ഞങ്ങൾ വീടെത്തി ഗൈസ്. അമ്മ ആൻഡ് പൊന്നു അവിടെ പുറത്ത് വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. വേറെ വലിയ ഡെക്കറേഷൻസ് ഒന്നും ഇല്ലാത്ത ഞങ്ങളുടെ ഒരു ചെറിയ മീറ്റപ്പ്. പൊന്നു അറിയാമല്ലോ, ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് 2-3 ദിവസം പോട്ടെ. ഈ ദിവസം ഞാൻ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോയിട്ടും അവളോട് ഇരുന്ന് മോങ്ങലായിരുന്നു. അതാണ് എൻ്റെ പൊന്നു. എനിക്ക് വല്ലാത്തൊരു ഫീലായിരുന്നു. ബിക്കോസ് ഞാൻ കല്യാണം കഴിഞ്ഞു, അതായത് എൻ്റെ കല്യാണം കഴിഞ്ഞു. ഞാൻ പിന്നെ വീട്ടിൽ ആദ്യമായിട്ട് വരുന്നു, അതും ഒരു കല്യാണം കഴിഞ്ഞൊരു കുട്ടിയായിട്ട്. അപ്പോൾ എനിക്കതൊരു സ്പെഷ്യൽ ഫീലിംഗ് ആയിരുന്നു കേട്ടോ. അമ്മയാണെങ്കിൽ എന്നെ നോക്കി ചെറുതായിട്ട് കളിയാക്കുന്നുണ്ടായിരുന്നു. വേറൊന്നുമില്ല, എൻ്റെ കഴുത്തിൽ താലി കാണുന്നു, എൻ്റെ നെറ്റിയിൽ കുങ്കുമം, ഇതൊക്കെ കണ്ട് അമ്മ നല്ലപോലെ കളിയാക്കുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാ പേരൻസിൻ്റെ ആഗ്രഹമാണല്ലോ ഇങ്ങനെയൊരു കാഴ്ച. എനിക്കൊട്ടും ചേരാത്ത
ചെറിയ ഫോൺ പിടിച്ച്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ വീട്ടിൽ കയറിയപ്പോൾ ഞാൻ ഒത്തിരി ആയിട്ട് കാണാൻ ആഗ്രഹിച്ചൊരു സീനായിരുന്നു കേട്ടോ. പൊന്നും ചിഞ്ചും കൂടെ അടികൂടുന്നൊന്നുമല്ല, എൻ്റെ അമ്മ അപ്പുവിനെ കൊഞ്ചിക്കുന്ന ഒരു കാഴ്ച. നിങ്ങളുടെ അമ്മമാർ ഇങ്ങനെയാണോ? മരുമകനെ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു കൊഞ്ചിക്കൽ. എൻ്റെ അമ്മ ഇപ്പോഴും എന്നെയും ചിഞ്ചുവിനെയൊക്കെ കൊഞ്ചും കേട്ടോ. ഐ ഗെസ് എല്ലാ അമ്മമാരും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ? എന്തോ മാല ആൻഡ് ഷർട്ട് റിലേറ്റഡ് ആയിരുന്നു അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ഇടയ്ക്ക് ഇച്ചിരി കൊഞ്ചിക്കലും. അപ്പൂന് ഇതൊക്കെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അപ്പൂന് ഭയങ്കര നാണം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മയാണെങ്കിൽ അപ്പൂനെ കടിക്കുന്നൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഒരു സീൻ കണ്ടു. അപ്പു പറയുന്നുണ്ടായിരുന്നു മതി 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 എന്ന്. പിന്നെ ഞാൻ കണ്ടത് അതെൻ്റെ ഹൽദിക്ക് ഞാൻ മേടിച്ച പൂവാണ്, ഹൽദി ഡെക്കറേഷന് വേണ്ടി. അതമ്മ മറ്റേ ഗണപതിയുടെ വിഗ്രഹത്തിൽ ചാർത്തി കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയാട്ടോ വന്നു. ഇത് ഇവിടെയാണോ കൊണ്ടുപോയിട്ട്? ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ലോങ് വെക്കേഷനോ അല്ലെങ്കിൽ ജോബ് റിലേറ്റഡൊക്കെ പോയിട്ട് വരുമ്പോൾ ആദ്യം ഞാൻ വീട്ടിൽ വന്നിട്ട് വീട് മൊത്തം ചുമ്മാ കയറി ഇറങ്ങി ചുറ്റിക്കറങ്ങി കാണും കേട്ടോ. അതിപ്പം വീട്ടിൽ വലിയ ഡിഫറൻസസ് ഒന്നും വരത്തില്ല, പക്ഷേ എന്നാലും ചുമ്മാ ഒന്ന് കറങ്ങി നടക്കും വീട്ടിൽ തന്നെ. എല്ലാ റൂംസിലും കയറി ഇറങ്ങും. അതൊരു ഇമോഷനാണ്, അതൊരു ഫീലിംഗ് ആണ്. ഓക്കെ, അങ്ങനെ ചിഞ്ചു അപ്പൂനെ വീട്ടിലെ ഹോം തിയേറ്റർ സെറ്റപ്പൊക്കെ കാണിക്കുന്ന സമയത്ത് നമുക്കിവിടെ കറങ്ങി നടന്നാൽ എങ്ങനെയാ? എനിക്കെൻ്റെ റൂം കാണണ്ടേ? യെസ് ഗൈസ്, അങ്ങനെ ഞാൻ ഓടി എൻ്റെ റൂമിലേക്ക് പോയിട്ടോ. വേറെ എവിടെയൊക്കെ പോയാലും ഈ ഒരു സ്പേസ് കഴിഞ്ഞ 2 ദിവസമായിട്ട് വല്ലാണ്ട് ഞാൻ മിസ് ചെയ്ത് കേട്ടോ. ഞാൻ വരുന്നത് പ്രമാണിച്ച് അമ്മയും പൊന്നും കൂടെ എൻ്റെ റൂം ക്ലീൻ ചെയ്ത് എൻ്റെ വാർഡ്രോബൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ വിചാരിക്കും ഈ റൂമിൽ ഞാൻ എപ്പോഴും ഇങ്ങനെയാണോ വെക്കാറുള്ളതെന്ന്. നോട്ട് അറ്റ് ഓൾ. ഞാനുള്ളപ്പോൾ ഇത്രയും ഓർഗനൈസ്ഡ് അല്ല കേട്ടോ. ഈ തുണിയൊക്കെ മടക്കി വെച്ചേക്കുന്നത് കംപ്ലീറ്റ് പൊന്നുൻ്റെ ഹാർഡ് വർക്കാണ്. സോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ചെറിയ വ്ളോഗാണ്, പക്ഷെ എനിക്കൊരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. എന്തായാലും ഒരു 10 കൊല്ലം കഴിഞ്ഞ് എനിക്കിതൊക്കെ കാണാമല്ലോ. അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. എല്ലാവരും നന്നായി ഹാപ്പി ആയിട്ടിരിക്കുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ളോഗ്. ഡു സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.